السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഒരു രാജ്യത്തിൻ്റെ ശക്തി അതിൻ്റെ സംസ്ഥാനങ്ങളിലാണ്. ആ ശക്തിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലെ പൗരന്മാരാണ് എന്ന മനോഹരമായ ചിന്തയെ ഇന്നത്തെ പല ഭരണാധികാരികളും മറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു രാജ്യമാണ്, എന്നാൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള മതം, ഭാഷ, ദേശം, ജാതി തുടങ്ങിയ പല കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ചാലക ശക്തിയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിലെ സാമ്പത്തിക അധികാരങ്ങളും ഭരണപരമായ അധികാരങ്ങളും കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും തുല്യമായി ഭരണഘടനാപരമായി വിഭജിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. 1949 അംഗീകരിക്കപ്പെടുകയും 1950 ജനുവരി 26 നിലവിൽ വരികയും ചെയ്ത BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ അദ്ദേഹം ഫെഡറലിസത്തിന്റെ ആശയങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന പേരിലാണ് ഇന്ത്യയെ പരിചയപ്പെടുത്തുന്നത്. ഫെഡറലിസത്തിന്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒന്നായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനാകും. ഇന്ത്യയിൽ ഫെഡറലിസം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ലോക പ്രശസ്തി നേടിയ രാജ്യങ്ങളായ അമേരിക്കയും കാനഡയും സ്വിറ്റ്സർലാൻഡും ജർമ്മനിയും അങ്ങനെ തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങളും ഫെഡറലിസത്തിന്റെ ആശയങ്ങൾ അവരുടെ ഭരണരീതികളിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇന്ത്യയിലുള്ള ഫെഡറലിസ ആശയങ്ങൾ അവരിൽ നിന്നും ഒരൽപ്പം വ്യത്യസ്തമാകുന്നുണ്ട്. ഇന്ത്യയിൽ സാമ്പത്തിക അധികാരവും ഭരണപരമായ അധികാരവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും വിഭജിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ദേശീയ ഐക്യം ഉറപ്പുവരുത്തുന്നതിനായി, ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന് ഒരൽപ്പം കൂടി സ്ഥാനം അല്ലെങ്കിൽ ഭരണം കൂടുതൽ നൽകിയിട്ടുണ്ട്. ഫെഡറലിസത്തിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക സ്വയംഭരണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓരോ സംസ്ഥാനത്തിനും തങ്ങളുടെ ഇഷ്ടപ്രകാരം ആ സംസ്ഥാനത്തിൽ വികസനം രൂപീകരിക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ വരുമാനം കണ്ടെത്തുകയും അത് വേണ്ട രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് സാമ്പത്തിക സ്വയംഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഓരോ സംസ്ഥാനങ്ങളിലെ രാജ്യങ്ങളുടെ ആവശ്യങ്ങളും മറ്റു സംസ്ഥാനത്തിനേക്കാൾ വ്യത്യസ്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം സാമ്പത്തിക അധികാരങ്ങൾ സംസ്ഥാനങ്ങൾ നൽകപ്പെടുന്നത്. ഫെഡറലിസം ഒരുപാട് ഗുണങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അതിനു പുറകിൽ ഒരുപടി വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണരീതികളിൽ നിന്നും ഫെഡറലിസത്തിന്റെ ആശയങ്ങൾ ഒരൽപ്പം മങ്ങിപ്പോകുന്നുണ്ടോ എന്ന ചോദ്യം സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഇത് അനുഭവിച്ചതിന് അനന്തരഫലമായാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഫെഡറലിസം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. ചുരുക്കത്തിൽ ഇന്ത്യ എന്ന വൈവിധ്യമാർന്ന രാജ്യത്തെ മുഴുവൻ വൈവിധ്യങ്ങളും ഈ ഫെഡറലിസം എന്ന ശക്തിയുടെ ബലത്തിനാലാണ് ഇവിടെ നിലനിന്നു പോകുന്നത്. ഫെഡറലിസത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും പരസ്പരം സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ വികസനത്തിന് ഒന്നുകൂടി ശക്തി പകരുകയും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് കൂടുതൽ ശക്തിയേകുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.